വിപിൻ, ഈ മറ്റ് രണ്ട് കുട്ടികളുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ്. അവർ അപകടനിലയൊക്കെ തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് വിപിൻ? രജിത്ത്, മരണപ്പെട്ട അനന്തുവിന്റെ മൃതദേഹം ഉള്ളത് ഈ ജില്ലാ ആശുപത്രിയിലാണ്. ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിലാണ് ഉള്ളത്. ഏകദേശം ഇന്ന് 10 മണിയോട് കൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഒപ്പം തന്നെ പരിക്കേറ്റിട്ടുള്ള മറ്റൊരു കുട്ടിയായിട്ടുള്ള ഷാനു, ഈ ഷാനുവും ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇവിടെ ആശുപത്രിയിൽ തന്നെയാണ്. പക്ഷേ ഷാനുവിന്റെ പരിക്ക് ഇപ്പോൾ ഒരു അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഇന്നലെ തന്നെ ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിഷയം കൂടിയാക്കി UDF ഉയർത്തിക്കൊണ്ടുവരുന്നു. ഒപ്പം തന്നെ LDF UDFന്റെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് ആ സമയത്തേക്ക് വേഗം വരികയും ചെയ്തിരുന്നു. അങ്ങനെ ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കൂടി ഇടവരുത്തുന്ന ഒരു വിഷയമായി ഈ പന്നിക്കണിയിൽപ്പെട്ടിട്ടുള്ള ഈ ഒരു മരണം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം, വന്യമൃഗ ശല്യം ഉയർന്നു വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോഴാണ് ഇപ്പോൾ ഈ പന്നിക്കണിയിൽപ്പെട്ട് 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഒരാളുള്ളത് പാലാട് ആശുപത്രിയിലാണ്. പാലാട് ആശുപത്രി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു ആശുപത്രിയാണ്. അപ്പോൾ ഒരു കുട്ടി അവിടെയാണ് ഉള്ളത്. ഡിഗ്രിക്ക് പഠിക്കുന്ന യദുവാണ് അവിടെ ചികിത്സയിലുള്ളത്. ഈ പരിക്കേറ്റുള്ള മറ്റ് 2 പേരും ഏകദേശം അവരുടെ അപകടനില തരണം ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്നിപ്പോൾ ഈ അനന്തുവിന്റെ മൃതദേഹം അങ്ങോട്ടേക്ക് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യും. ഈ ഷാനുവിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്ത് ഉണ്ട്. നമുക്ക് അവരോടുകൂടി ഇതേക്കുറിച്ചൊക്കെ ചോദിക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഇന്നലെ ഇവിടുത്തെ ജില്ലാശുപത്രിക്ക് സമീപമുള്ള റോഡ്, അതായത് ഇവിടുത്തെ ദേശീയപാത തന്നെ ഉപരോധിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം ഘടിപ്പിച്ചത് UDF. ആ സമയത്ത് ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞത് ഇതൊരു സ്പോൺസേഡ് മർഡറാണ്, സർക്കാരിന്റെ സ്പോൺസേഡ് മർഡറാണ് ഈ നടന്നിരിക്കുന്നത്. ഇവിടെ വന്യമൃഗശല്യം ഉണ്ട് എന്നുള്ളത് പല ഘട്ടത്തിലായിട്ട് അറിയാവുന്നതായിരുന്നു. പക്ഷേ ഒരു തരത്തിലുമുള്ള നടപടി എടുക്കാത്തതാണ് ഈ കുട്ടിയുടെ ഒരു മരണത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. ചേട്ടാ, ഇപ്പൊ ഷാനുവിന്റെ ഒരു അവസ്ഥ എങ്ങനെയുണ്ട്? കുറവുണ്ട്, അവന് കുറവുണ്ട്. അപകടനില തരണം ചെയ്തോ? അപകടം തരണം ചെയ്യില്ല, ഇപ്പൊ കുറവുണ്ടെന്നാ പറയണത്. ഇതിപ്പോ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നിങ്ങൾക്ക് അവിടെ മനസ്സിലാവുന്നത്? അത് എനിക്ക് ശരിക്കും ഡീറ്റെയിൽ ഫുള്ളായിട്ട് അറിയില്ല. ഡീറ്റെയിൽ അറിയുന്ന ആൾക്കാർ അവിടുത്തെ, ഞാൻ വീട് വേറെ സ്ഥലത്താണ്. അതാണ് ആള്. ഇത് അവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണോ? പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഏരിയയാണേ. അപ്പോൾ ഫോറസ്റ്റ് ഏരിയയിൽ പന്നി അങ്ങനെ ശല്യങ്ങളുണ്ട്. പക്ഷെ ഇത് അവര് എങ്ങനെ ലൈനിൽ നിന്ന് കൊടുത്തതാണ് എന്നൊക്കെ പറയണത്. അത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയില്ല. ഞങ്ങൾ ഇത് പറ്റിയെന്ന് പറഞ്ഞപ്പോൾ പോകുന്നത്. ഷാനുവിനിപ്പോ എങ്ങനെയുണ്ട്? ഷാനുവിനിപ്പോ കുറവുണ്ട്. ഒബ്സർവേഷനിലാണെന്നാണല്ലേ പറഞ്ഞത്? അപകടനില തരണം ചെയ്തോ? ആ, ചെയ്തു. ഇതൊക്കെ അടുത്തടുത്ത കൂട്ടുകാരാണോ? അടുത്തടുത്ത വീടാണ്. ഏട്ടനിയന്മാരെ ആണ്. ഒക്കെ ഒരുമിച്ച് നടക്കും, ഒക്കെ ഒപ്പമാണ്. ബന്ധുക്കളാണല്ലേ കുട്ടികൾ? ഏട്ടനനിയനും മക്കളാണ്. എല്ലാരും കൂടി നഗറിലാണ് അവിടെ താമസിക്കുന്നത് അല്ലേ? ആ, ഞങ്ങളൊക്കെ വെള്ളക്കെട്ട അവിടെ തന്നെയാണ് താമസം. ഇവരെല്ലാരും കൂടി വൈകിട്ട് അങ്ങനെ കുളിക്കാൻ പോകുന്നതായിരിക്കില്ല? അവര് കളി കഴിഞ്ഞ് പന്തലേക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണേന് എന്ന് പോലില്ല. അപ്പൊ ഇന്നലെ എന്തോ ഇതായതറിയില്ല. അപ്പോ ഓരൊക്കെ പാടെ കൂടിയാണ്ട് ഇങ്ങനെയാണ് പോയതാണ്. ഷാനു, ഇവര് ബന്ധുക്കളായിരുന്നു. ഈ അപകടത്തിൽപ്പെട്ട കുട്ടികൾ എല്ലാവരും തന്നെ ബന്ധുക്കളായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ മുതൽ തന്നെ എല്ലാവരും ഈ സ്ഥലത്തേക്കൊണ്ട് കൂടുതൽ പേർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ. കുട്ടികൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇനി കുട്ടികളിൽ നിന്ന് തന്നെ അറിയേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ പോലീസിന് ഇനി കുട്ടികളുടെ മൊഴിയെടുക്കേണ്ടി വരും. ആ ഘട്ടത്തിലേക്കൊക്കെ കുട്ടികളുടെ ആരോഗ്യനില എത്തിയിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാക്കാമല്ലേ?
അതെ 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 ഒരു അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒബ്സർവേഷനിലാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷമായിരിക്കും ഇനി മൊഴിയെടുക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുക. പിന്നെ എന്തുകൊണ്ട് ഈ പന്നിക്കണി അവിടെ ഇടയ്ക്ക് വെക്കാറുള്ള ആളുകളുണ്ട് എന്നുള്ളത് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരാളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു അന്വേഷണവും അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അത് ഈ വനമേഖലയോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റിൽ നിന്ന് നേരിട്ടിട്ട് വൈദ്യുതി എടുത്ത് ഈ തോട്ടിലേക്ക് വിടുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. 8 മണിയോട് കൂടിയാണ് ഇവർ കളിയൊക്കെ കഴിഞ്ഞ് അവിടെ മീൻ പിടിക്കുന്നതിനൊക്കെ വേണ്ടി ഇറങ്ങിയത്. ഈ സമയത്തായിരുന്നു അപകടമുണ്ടായത്. ആദ്യം അനന്തു ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെടുന്നു. അപ്പോൾ സഹായിക്കാനായി ഷാനുവും യദുവും ശ്രമിക്കുന്നു. അവരും അപകടത്തിൽപ്പെടുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന നാട്ടുകാരാണ് ഓടി വരികയും ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ആശുപത്രി പാലാട് ആശുപത്രിയാണ് ഏറ്റവും അടുത്തുള്ളത്. ആശുപത്രിയിലേക്ക് എത്തിച്ച ഒരു സമയമായപ്പോഴേക്കും അനന്തുവിന് ജീവൻ നഷ്ടപ്പെട്ടു. മറ്റ് രണ്ടുപേരും ഇപ്പോൾ ഒബ്സർവേഷനിൽ തുടരുകയും ചെയ്യുന്നു. ഇതാണ് നിലവിലെ ഈ കുട്ടികൾ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ സജീവമായി UDF നേതൃത്വം ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട്. ഇതിൽ തന്നെ KSEBക്ക് മേൽ ചില ചോദ്യങ്ങൾ വന്ന് വീഴുന്നു. അത് ഈ സ്ഥലമുടമയ്ക്ക് ഇതുമായി ബന്ധമില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. KSEBയുടെ അനുമതിയോടെയുള്ള ഫെൻസിങ് എന്നുള്ള ആരോപണവും അവിടെ ഉയരുന്നുണ്ട്. ഇങ്ങനൊരു കാര്യം നാട്ടുകാരുടെ അടക്കം ശ്രദ്ധയിൽ നേരത്തെയുണ്ട്. KSEBയുടെ ലൈനിൽ നിന്ന് നേരിട്ട് അവിടേക്ക് വൈദ്യുതി പ്രവഹിച്ചു എന്ന് പറയുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഇങ്ങനെ നേരിട്ട് മോഷ്ടിച്ചതാണ് എന്നുള്ള കാര്യം സമ്മതിക്കുക കൂടി ചെയ്യുമ്പോൾ ഇത് KSEBയുടെ ഭാഗത്തൊരു വീഴ്ചയുണ്ടായി എന്നുള്ള വിമർശനത്തിന് എത്രത്തോളം പ്രസക്തിയുണ്ട് വിപിൻ? ഇങ്ങനെ വൈദ്യുതി മോഷ്ടിച്ച് അതിൽ നിന്ന് ഇതുപോലെ തന്നെ കെണി വെക്കുകയും പിന്നീട് അതിൽ അപകടം സംഭവിക്കുകയും ആൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നത് ഈ നിലമ്പൂർ മേഖലയിൽ തന്നെ ഒരു 5 പേർക്കെങ്കിലും കഴിഞ്ഞൊരു 6 മാസത്തിനിടയിൽ ഇത്തരത്തിൽ ഒരു ദാരുണാന്ത്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഈ ഗൃഹനാഥന്മാരൊക്കെ കഴിഞ്ഞ ഇതിൽ മരിച്ചിരുന്നു. ചാലിയാർ പഞ്ചായത്തിൽ തന്നെ 2 പേർക്ക് അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇത് KSEB വരികയും അതിലിടപെടുകയും അവിടുത്തെ ഈ തോട്ടം ഉടമകളോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികൾ ആരെങ്കിലും ഇത്തരത്തിൽ ചെയ്തു എന്ന് കണ്ടെത്തുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും കേസെടുക്കുകയും ഇങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അപ്പോഴും KSEBക്ക് ഇത് തടയാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പല ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ഇത് കൃത്യമായി എങ്ങനെ എടുക്കാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുകയും പോസ്റ്റിൽ നിന്ന് നേരിട്ട് ഈ വൈദ്യുതി കമ്പിയിലേക്ക് കണക്ഷൻ ഈ കമ്പിയിലേക്കൊക്കെ കണക്ഷൻ കൊടുക്കുന്നുമുണ്ട്. ഇതിപ്പോൾ ഇതൊരു കെണി തന്നെയാണ്. ഇത് അങ്ങനെ വൈദ്യുതി കമ്പിയിലേക്ക് കൊടുത്തതല്ല, ഇതൊരു കെണിയായിട്ട് തന്നെ തോട്ടിലേക്ക് ഇടുകയായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പല ഭാഗങ്ങളിലേക്കും ഇത് നടക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഈ വിഷയത്തിൽ വലിയ ചർച്ചകളിലേക്ക് ഒക്കെ കടന്നിട്ടുണ്ട്. ഇന്നലെ അത്ര വലിയ പ്രതിഷേധമാണ് നമുക്ക് ദേശീയപാതയിലും കാണാൻ കഴിഞ്ഞത്. UDFന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആര്യൻ ഷൗക്കത്ത് തന്നെ നേരിട്ട് വരികയും ഇതിൽ ഇങ്ങനെ അതായത് ഒരു സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു മരണമാണ്. അതുകൊണ്ട് തന്നെ അനന്തു ഒരു രക്തസാക്ഷിയാണ്, ഈ വന്യമൃഗശല്യത്തിന്റെ രക്തസാക്ഷിയാണ്. ഇതിൽ എന്തുകൊണ്ട് സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് പറയണം എന്നുള്ളത് ആവശ്യപ്പെടുന്നു. എന്നാൽ കോൺഗ്രസിന്റേത് നാടകം എന്നുള്ളതായിരുന്നു ഇന്നലെ പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ളത് M. സ്വരാജ് പറയുന്നു. അങ്ങനെ സജീവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് തന്നെ ഈ വന്യമൃഗം മനുഷ്യ സംഘർഷം നിലനിൽക്കുന്നു ഈ പ്രദേശത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നും അതിന് മറ്റ് പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള ഒരു സാധ്യത ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ രാത്രി ഏകദേശം ഒരു 2 മണിയോടുകൂടി BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇന്നലെ നിലമ്പൂരിൽ സാക്ഷ്യം വഹിച്ചത്. വിപിൻ C. വിജയനാണ് വിവരങ്ങൾ നൽകിയത്.